ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ഇവിടെ ഇപ്പോൾ ആര് ക്ഷണിച്ചിട്ടാ വന്നത്? സത്യഭാമ ശാലിനിയോട് ചോദിക്കുക. ഉടനെ ശ്യാമ കയറി പറയുക, സത്യാമ്മേ ഞാൻ വിളിച്ചിട്ടാ കുഞ്ഞേച്ചി വന്നത്. സത്യാമ്മേ, പപ്പിക്ക് വേണ്ടിയുള്ള പൂജയല്ലേ, അപ്പോഴെല്ലാവരും പങ്കെടുക്കുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ ശാലിനി പറയുവാണ്. ദേഷ്യത്തോടെ ശ്യാമേ എന്നിങ്ങനെ സത്യഭാമ വിളിക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണു പറയാ, അമ്മേ നിർത്ത്, ഇനിയിപ്പോൾ അവിടെ വെക്കിട്ട് കയറണ്ട, ഇത് അമ്പലമല്ലേ, ഇനിയിപ്പോൾ വിളിച്ചില്ലെങ്കിൽ എല്ലാവർക്കും ഇവിടെ വരാമല്ലോ. വിഷ്ണു, നിന്നോട് ഞാൻ വല്ലതും ചോദിക്കുമ്പം പറഞ്ഞാൽ മതി, കേട്ടല്ലോ. പപ്പിമോൾ ഉടനെ ഓടി വന്നിട്ട് അമ്മയെ പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞെങ്കിലേ ഹോമം നടക്കുന്നിടത്തോട്ട് എല്ലാവരും ചെല്ലാൻ പറഞ്ഞ് ഉടനെ സത്യഭാമ എല്ലാവരെയും കൂട്ടി അങ്ങോട്ട് പോവുകയാണ്. ശാലിനി അവിടെ തന്നെ നിൽക്കുക. ശ്യാമ സങ്കടത്തോടെ ശാലിനിയെ നോക്കുന്ന, നീ പൊയ്ക്കോ, ഞാൻ പുറകിൽ എത്തിക്കൊള്ളാമെന്ന് ഇങ്ങനെ ശാലിനി കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. അവിടെ തന്നെ നിൽക്കുന്ന കണ്ട് ശാലിനിയോട് വിഷ്ണു, എന്തേ താൻ വരുന്നില്ലേ? വിഷ്ണുവേട്ടൻ നടന്നോ, ഞാൻ വന്നോളാം. എന്നെ കണ്ടാൽ സത്യാമ്മ വല്ലതൊക്കെ പറയും. എടോ, അതൊന്നും താൻ കാര്യമാക്കണ്ട, തന്നെ പെട്ടെന്ന് കണ്ടപ്പോഴുള്ളൊരു ഇഷ്ടക്കേട് കാണിച്ചതാ, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. താൻ വാ. വിഷ്ണുവേട്ടൻ നടന്നോ, താൻ വരാനല്ലേ പറഞ്ഞത്? വിഷ്ണുവേട്ടൻ നടന്നോ, ഞാൻ വന്നോളാം. ശാലിനി അവിടെയുള്ള ശിവലിംഗ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്നും പ്രാർത്ഥിക്കുവാണ്. ഭഗവാനെ, ഞാൻ എൻ്റെ മകൾ പത്മിനിയുടെ ആയുഷ് ഹോമത്തിൽ പങ്കെടുക്കാൻ വന്നതാണേ. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് ആ ചടങ്ങുകൾ നടത്താനുള്ള അവസരം ഉണ്ടാക്കി തരണേ. ഒരു തടസ്സവും ഉണ്ടാകാതെ നോക്കണേ. പത്മിനിയെ പ്രസവിച്ച അമ്മ എന്ന നിലയിൽ അതെൻ്റെ കടമയാ, ഒരമ്മയുടെ അവകാശം. അതിനൊരു വിഘ്നവും വരുത്താതെ എന്നെയും എൻ്റെ മക്കളെയും കാത്തുരക്ഷിക്കണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് ശാലിനിയുടെ ഫോണിലോട്ടൊരു കോൾ വരികയാണ്. ഹലോ, ഇതാരാണെന്ന് ശാലിനി ചോദിക്കുമ്പോൾ, എന്നെ ഒരു ഫ്രണ്ടായിട്ടോ മിത്രമായിട്ടോ ശത്രുവായിട്ടോ എങ്ങനെ വേണമെങ്കിലും കാണാം. സുസ്മിത സൗണ്ടൊക്കെ മാറ്റി സ്പാം കോളിൽ കൂടെയാണ് വിളിക്കുന്നത്. ഇതാരാ വിളിക്കുന്നതെന്ന് ശാലിനിക്കൊട്ടും മനസ്സിലാകുന്നുമില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കുമെന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ കളക്ടർ ശാലിനി വിഷ്ണുവിൻ്റെ ഫോണിലോട്ട് വെറുതെ ഒരു കോൾ വെച്ച് കളിയാക്കാൻ ഞാനൊരു വിഡ്ഢിയൊന്നുമല്ല. ഇതാരാണെന്നോ എന്താണെന്നോ അറിഞ്ഞിട്ട് തന്നെയുള്ള വിളിയാ. ശരി, ആയിക്കോട്ടെ, നീ എന്തിനാ വിളിച്ചത് അത് പറ. ഒരു സഹായം ചെയ്യാനാ, ഒരിക്കലും മറക്കാത്ത ഒരു സഹായം. അങ്ങനെ ഒരു സഹായം ചെയ്യാൻ എന്നെ നിങ്ങളൊന്ന് അനുവദിക്കണം. ശരി, എന്ത് സഹായമാണ് നീ ചെയ്യാൻ പോകുന്നത്? പപ്പിക്ക് വേണ്ടിയാണ് നീ പൂജ ചെയ്യാൻ വന്നതെന്നും നിന്റെ മകളാണ് പപ്പിയെന്നൊന്നും സത്യഭാമയ്ക്ക് അറിയില്ലല്ലോ. അതൊന്ന് അറിയിച്ചു കൊടുക്കാൻ. എന്താ, അറിയിക്കട്ടെ. ഓർക്കാപ്പുറത്ത് തലയ്ക്കൊരടി കിട്ടിയ പോലെ ആയിപ്പോയി ശാലിനിക്ക്. പെട്ടെന്ന് ശാലിനി അങ്ങ് ഭയന്നുപോയി. ഇതെന്താ, ഇതാരാണ് തന്നെക്കുറിച്ച് മനസ്സിലായിട്ടെല്ലാം സംസാരിക്കുന്നത്? നീ ആരാ? നിനക്ക് എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞല്ലോ ശാലിനി, ഞാനൊരു പരോപകാരിയാണെന്ന്. മറ്റുള്ളവർക്ക് ഇതുപോലെയുള്ള സഹായം ചെയ്തു കൊടുക്കുന്നതാണ് എൻ്റെ മെയിൻ ജോലി. ഞാൻ അറിഞ്ഞ കാര്യങ്ങളെ എനിക്ക് മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. എന്ത് ചെയ്യാനാ ശാലിനി, എൻ്റെ സ്വഭാവം അങ്ങനെയായിപ്പോയി. എടി, നീ ഇതൊക്കെ ആരോടാ പറയുന്നതെന്ന് വല്ല ഓർമ്മയുണ്ടോ? ഞാനന്ന് ഇൻഫോം ചെയ്താ പിന്നെ നീ അകത്താ. എനിക്ക് അകത്ത് പോകുന്നതിനൊന്നും ഒരു പരാതിയില്ല ശാലിനി. പക്ഷെ നിന്റെ അവസ്ഥ അങ്ങനെയാണോ? ശാരദാമ്മയുടെ മൂന്നാമത്തെ മകൾ ശ്യാമയുടെ ജീവിതം പിന്നെ എന്താകും? സത്യങ്ങളെല്ലാം സത്യഭാമ അറിഞ്ഞു കഴിയുമ്പോഴേ ശ്യാമയെ കുറ്റിച്ചൂലെടുത്ത് അടിച്ച് പുറത്താക്കി ചാണകവെള്ളം തളിക്കും. പിന്നെ രോഹിത്തിൻ്റെ കാര്യം പറയണോ? ഇത്രയും നാളും തന്നെ വഞ്ചിച്ചതിന് രോഹിത്ത് അവിടെ കഴുത്തിന് കുത്തിപ്പിടിക്കും. അനാഥനായ രോഹിത്തിന് ഏക ഒരു ആശ്രയമായിരുന്നു പപ്പി. അത് തൻ്റെ സ്വന്തം മകളല്ലെന്നറിയുമ്പോഴവന് ഭ്രാന്ത് പിടിക്കും. ആ ഭ്രാന്തിൽ അവൻ അവളെ കൊല്ലും. ഭ്രാന്തന്മാർക്ക് പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ഇതൊക്കെ കാണാൻ എന്തൊരു നല്ല രസമായ കാഴ്ചകളായിരിക്കും. എന്താടി നിന്റെ ഉദ്ദേശം? പണമാണോ? കളക്ടറല്ലേ, പണമൊക്കെ ഒരുപാട് കാണുമെന്നറിയാം. ആ പണമേ അവിടെ ആ അമ്പലത്തിൻ്റെ മുന്നിലെ ഭണ്ഡാരപ്പെട്ടിയിലോട്ട് ഇട്ടോ. അങ്ങനെ കുറച്ച് പുണ്യമൊക്കെ എനിക്കൂടെ കിട്ടട്ടെ. പിന്നെ എന്തുവാടി നിനക്ക് വേണ്ടത്? അതേ, സ്വന്തം കുഞ്ഞിൻ്റെ, അതായത് പപ്പിയുടെ പൂജാ ചടങ്ങിൽ പങ്കെടുക്കാനല്ലേ നീ വന്നത്? എന്നാൽ ആ ചടങ്ങിൽ നീ പങ്കെടുക്കരുത്. ശ്യാമ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പൂജ അങ്ങ് ചെയ്യട്ടെ. ഞാൻ ഈ രഹസ്യം പറഞ്ഞാലും പപ്പിയുടെ ജീവിതം ചിന്ന ഭിന്നമാകും. പപ്പിയുടെ മാത്രമല്ല, ശ്യാമയുടെയും രോഹിത്തിൻ്റെയും സത്യഭാമയുടെയും, അങ്ങനെ കുടുംബം തന്നെ അങ്ങ് ഇല്ലാതാകും. നീ ആ ഹോമത്തിൽ പങ്കെടുക്കാതിരുന്നാലേ ഇതൊന്നും സംഭവിക്കത്തില്ല. നിനക്ക് ഞാനൊരു 5 മിനിറ്റ് സമയം തരും. അതിനുള്ളിൽ നീ അവിടുന്ന് പോകണം. ഇല്ലെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്നതേ നീ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമായിരിക്കും എന്നും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇതാരായിരിക്കും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്? സ്പാം കോൾ ആയതുകൊണ്ട് ആരാണെന്ന് മനസ്സിലാകത്തുമില്ല. ഇനി സുസ്മിതയാണോ? അവൾക്ക് ഇങ്ങനെയൊക്കെയുള്ള വക്രബുദ്ധിയുള്ളല്ലോ. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ശാലിനി സുസ്മിതയെ വിളിക്കുവാണ്. സുസ്മിത ഫോൺ എടുക്കുമ്പോൾ ശാലിനി പറയുന്നു, സുസ്മിത എവിടെയാണ്? അത് ഞാൻ അവിടുന്ന് കുറച്ച് ദൂരെയാണല്ലോ. എന്താ ശാലിനി, എനിക്ക് സുസ്മിതയെ കൊണ്ടൊരു സഹായം വേണമായിരുന്നു. അയ്യോ, ഞാനൊരു പ്രോപ്പർട്ടിയുടെ കാര്യത്തിന് വേണ്ടി ഓടുമായിരുന്നു. ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ കുറച്ച് നാൾ. ആ സമയത്ത് ജഗദീപ് ഉണ്ടാക്കി വെച്ച കുറച്ച് കുരുക്കുകളാണ്, അതിൻ്റെ പുറകിലാണ് ഞാനിപ്പോൾ. ഞാൻ വന്നിട്ട് നമുക്ക് കാണാം എന്ന് പറയുകയാണ്.
ഇനി അവൾ എൻ്റെ ലൊക്കേഷൻ സെർച്ച് ചെയ്യുമായിരിക്കുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് സുസ്മിത കാറ് പുറകോട്ട് മാറ്റിയിടുവാണ്. എന്നിട്ട് സുസ്മിത സത്യഭാമയുടെ ഫോണിലോട്ട് വിളിക്കുകയാണ്. ഹലോ, ഇത് സത്യഭാമയല്ലേ? എൻ്റെ പേര് സുനിത. ഞാൻ കുറച്ച് അകലേന്ന് വിളിക്കുവാണ്. എനിക്ക് അർജൻറ്റായിട്ട് കളക്ടറോടൊന്ന് സംസാരിക്കണം. അതിന് കളക്ടറോട് സംസാരിക്കണമെങ്കിൽ അവരുടെ ഫോണിലോട്ട് വിളിച്ച് സംസാരിക്കേ. സത്യഭാമയുടെ ഫോണാണ്. അയ്യോ മേഡം, അങ്ങനെ പറയരുത്. കളക്ടറുടെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഈ നമ്പറിൽ വിളിക്കുന്നത്. കളക്ടറുടെ മദറിൻലോയുടെ നമ്പറാണെന്നും പറഞ്ഞ് തന്നതാ. പറഞ്ഞാൽ എന്ത് കാര്യവും നടത്തി തരുമെന്നും പറഞ്ഞ്. എനിക്ക് എങ്ങനെയെങ്കിലും കളക്ടറോടൊന്ന് സംസാരിച്ചാൽ മതി മേഡം. ഞാനേ ഇവിടെ ക്ഷേത്രത്തിൽ നിൽക്കുക. ഇവിടെ എനിക്ക് കുറച്ച് ജോലികളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. നിങ്ങൾ മറ്റെന്തെങ്കിലും വഴി നോക്ക്. അയ്യോ മേഡം, അങ്ങനെ പറയല്ലേ. ഇത് രണ്ടുപേരുടെ ജീവിത പ്രശ്നമാണ്. ഇതിനിപ്പോൾ പരിഹാരം കാണാൻ പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യും. മേഡം ദയവ് ചെയ്ത് മേഡത്തിൻ്റെ ഫോണെന്ന് കളക്ടർക്ക് കൊടുക്കണം. ചേടാ, ഇതൊരു വലിയ ശല്യമായി പോയല്ലോ എന്നും പറഞ്ഞ് സത്യഭാമ നോക്കുമ്പോൾ സത്യമോള് വരുന്നുണ്ട്. ഡി, ഇനി വന്ന ഈ ഫോൺ നിൻ്റെ അമ്മയ്ക്ക് കൊടുക്ക് എന്നും പറഞ്ഞ് സത്യയുടെ കയ്യിൽ ഫോൺ കൊടുക്കുവാണ്. അമ്മേ, ദേണ്ട അമ്മയ്ക്കൊരു ഫോൺ, സത്യാമ്മയുടെ ഫോണാ എന്നും പറഞ്ഞ് സത്യമോള് കൊണ്ടുപോയി ശാലിനിയുടെ കൈ കൊടുക്കും. സത്യാമ്മയുടെ ഫോണോ? സത്യാമ്മയുടെ ഫോണാണല്ലോ ഇത്. ഹലോ, ഇതാരാ? കളക്ടറാണോ? അതെ, കളക്ടർ ശാലിനി വിഷ്ണു. ഞാനേ കുറച്ച് മുമ്പേ വിളിച്ചത് നിൻ്റെ കൂട്ടുകാരിയാണ്. ഞാൻ നല്ല മാന്യമായ രീതിയിലാണ് നിന്നോട് അവിടുന്ന് പോകാൻ പറഞ്ഞത്. പക്ഷേ നീ അത് കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് സത്യഭാമയുടെ ഫോണിൽ തന്നെ വിളിച്ചത്. ഇനിയും ഞാൻ സത്യഭാമയെ വിളിക്കണോ? അങ്ങനെ വിളിച്ചാൽ എനിക്ക് സത്യഭാമയോട് പലതും പറയേണ്ടി വരും. എന്നെക്കൊണ്ട് അങ്ങനൊരു സാഹസം നീ ചെയ്യിക്കണോ? ഇനി നിനക്ക് ഞാൻ 2 മിനിറ്റ് സമയം കൂടെ തരും. അതിനുള്ളിൽ നീ അവിടുന്ന് പൊയ്ക്കോണം. നീ പോയില്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. തകർത്ത് കളയും നിൻ്റെയൊക്കെ ജീവിതം. ശാലിനി ഉടനെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് എനിക്ക് ലാസ്റ്റ് വന്ന കോളുകൾ ഏത് ലൊക്കേഷനിൽ നിന്നാണ് വന്നതെന്ന് പറയാൻ പറ്റുമോ? പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് ആ ടവർ ലൊക്കേഷൻ ഒന്ന് അയക്കണം. നോക്കട്ടെ, ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്ന കള്ളിയെ പുറത്ത് കൊണ്ടുവരണം. സത്യമോള് ഭഗവാന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്. ഭഗവാനെ, എനിക്ക് എൻ്റെ അച്ഛനെ കാണണം. എൻ്റെ അച്ഛൻ എങ്ങനെ ഇരിക്കും? ചുരുണ്ട മുടിയൊക്കെയാണോ? എൻ്റെ അച്ഛൻ്റെ രൂപം എൻ്റെ മനസ്സിലൊന്ന് തെളിയിക്കണേ. എല്ലാ കുട്ടികൾക്കും, എൻ്റെ കൂട്ടുകാർക്കെല്ലാം അച്ഛനുണ്ട്. അവരെല്ലാവരും എന്നെ കളിയാക്കുവാണ് അച്ഛനില്ലാത്ത കുട്ടിയാണെന്നും പറഞ്ഞ്. ഭഗവാനെ, എൻ്റെ സങ്കടം നീ കാണുന്നില്ലേ? എൻ്റെ അച്ഛൻ്റെ രൂപം എൻ്റെ മനസ്സിലൊന്ന് തെളിയിച്ചു തരണേ. എൻ്റെ പ്രാർത്ഥനയും സങ്കടമൊക്കെ കണ്ട് ഭഗവാനെ എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ എന്നൊക്കെ ഇങ്ങനെ സത്യമോള് പ്രാർത്ഥിക്കുന്നത് കണ്ടുകൊണ്ട് വിഷ്ണു അങ്ങോട്ട് വരികയാണ്. വിഷ്ണു ഇതെല്ലാം കേൾക്കുന്നുണ്ട് സത്യമോള് പ്രാർത്ഥിക്കുന്നത്. സത്യമോള് വീണ്ടും ഭഗവാനോട് പറയുവാണ്, എൻ്റെ അച്ഛനെ എനിക്ക് കാണണം, ഞാൻ കണ്ണ് തുറക്കുവാണ് ഭഗവാനെ, എൻ്റെ അച്ഛനെ എനിക്ക് കാണണം എന്നും പറഞ്ഞ് സത്യമോൾ കണ്ണ് തുറക്കുമ്പോൾ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വിഷ്ണുവിനെയാണ് കാണുന്നത്. എന്തുവായി പ്രാർത്ഥിക്കുന്നത്? അതെ, അച്ഛൻ്റെ രൂപം എൻ്റെ മനസ്സിൽ കാണിച്ചു തരാൻ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് കാണിച്ചു തന്നോ? ഇല്ല. ചിലപ്പോഴെൻ്റെ അച്ഛൻ ഈ അമ്പലത്തിലൊന്നും വന്ന് കാണത്തില്ലായിരിക്കും. അതുകൊണ്ട് ഈശ്വരൻ പോലും കണ്ടു കാണത്തില്ല. സത്യമോള് സങ്കടപ്പെടേണ്ട കേട്ടോ. മോളുടെ അച്ഛൻ വരാൻ വേണ്ടി ഈ ബിഗ് ഫ്രണ്ടും പ്രാർത്ഥിക്കാം. ഇവിടെ മാത്രമല്ല, നമുക്ക് ഹോമത്തിനിടയ്ക്കും പ്രാർത്ഥിക്കാം. മിക്കവാറും ഈ പൂജയും ചടങ്ങും ഒക്കെ കഴിയുമ്പോൾ സത്യക്കുട്ടിയുടെ അച്ഛൻ സത്യക്കുട്ടിയുടെ മുന്നിലെത്തും. ദൈവമേ, അച്ഛനും മകളും ആണല്ലോ സംസാരിക്കുന്നത്. പരസ്പരം അറിയുന്നില്ലല്ലോ അവർ. അച്ഛനെ കാണാൻ ഇത്രയും ആഗ്രഹിക്കുന്ന ഒരു കൊച്ചിൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ ഏതെങ്കിലും ദൈവത്തിന് കഴിയുമോ? ഭഗവാന്റെ അനുഗ്രഹം മോൾക്കുണ്ടാകും, ഇത് ഉറപ്പാണ് എന്ന് വിഷ്ണു ഇങ്ങനെ പറയുവാണ്. ശാലിനി ഇങ്ങനെ 4 പാടും നോക്കി നടക്കുവാണ്. ശാലിനിയെ ഫോൺ ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് ആരാണെന്നറിയാൻ. ആ സമയത്ത് ശ്യാമ അങ്ങോട്ട് വന്നിട്ട്, കുഞ്ഞേച്ചി എന്താ ഇവിടെ നിൽക്കുന്നത്? അത് മോളെ സത്യാമ്മ കണ്ടാൽ വല്ലതും പറയുമല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ ഹോമത്തിൻ്റെ കാര്യങ്ങളൊക്കെ എന്തുവരെയായി? എൻ്റെ കുഞ്ഞേച്ചി, എനിക്ക് അവിടെ നിൽക്കാൻ വയ്യ, എനിക്ക് പേടിയാകുന്നു. അപ്പോൾ സുസ്മിത വന്ന ഹോമം മുടക്കുമോ? ശാലിനി സുസ്മിതയെ കണ്ടുപിടിക്കുമോ? എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.